സമൂഹത്തിൽ ഏതെങ്കിലും മേഖലയിൽ വിജയം കൈവരിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്ന, സെറ്റ് ചെയ്യുന്ന വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ചേഞ്ച് മേക്കേഴ്സ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം അതിഥിയായി വന്നിട്ടുള്ളത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ചെറുപുഴ പഞ്ചായത്തിലെ വയല പ്രദേശത്ത് താമസിക്കുന്ന ശ്രീ ജോജോ മൈലാടൻ സാറാണ്. അദ്ദേഹം ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്. കേരളം മുഴുവൻ അറിയപ്പെടുന്ന പരിശീലകനാണ്. ജന്മന അദ്ദേഹത്തിന് 90% കാഴ്ചക്കുറവുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹം ചരിത്രം കുറിക്കുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് ടീച്ചിങ് ബിയോണ്ട് ബൗണ്ടറീസ് എന്നാണ്. പലപ്പോഴും നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ പറയുന്ന ഒരു പരാതിയാണ് ഇപ്പോഴത്തെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അവർക്കെല്ലാമുള്ള ഒറ്റമൂലിയായിട്ടാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇതുവരെ വായിച്ചിട്ടുള്ള എല്ലാവരുടെയും റിപ്പോർട്ട് ആ തരത്തിലാണ് വരുന്നത്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സർ. ടീച്ചിങ് ബിയോണ്ട് ബൗണ്ടറീസ്. സർ, ഈ പുസ്തകത്തിന്റെ പേരിൽ തന്നെ ഒരു കൗതുകം ഒളിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങയുടെ പുസ്തകത്തിന്റെ ഈ പേരിന്റെ, ടീച്ചിങ് ബിയോണ്ട് ബൗണ്ടറീസ് എന്ന പേരിന്റെ പ്രസക്തി അല്ലെങ്കിൽ പ്രത്യേകത എന്താണ്? തീർച്ചയായും നമ്മൾ എന്ത് കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊരു ഫിലിം ആവട്ടെ, അതൊരു ഒരു ട്രെയിനിങ് ആവട്ടെ, നമ്മൾ അതിന് ആൾക്കാരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അട്രാക്റ്റീവായ പേരുകൾ ഇടാറുണ്ട്. ഇവിടെയും അത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. എൻ്റെ ഈ ബുക്കിന്റെ പേര് ആൽഫ ക്ലാസ് റൂം ടീച്ചിങ് ബിയോണ്ട് ബൗണ്ടറീസ്. അപ്പൊ ഒരു അറ്റൻഷൻ ക്യാച്ചിങ് എഫേർട്ട് അവിടെയുണ്ട്. രണ്ടാമതായി ഇതിന്റെ കണ്ടന്റ് ഒരുപക്ഷെ അധ്യാപകർക്ക് അവരുടെ കംഫർട്ട് സോൺ ആകുന്ന ബൗണ്ടറിയിൽ നിന്നും പുറത്തു ചാടി ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു സേക്രഡ് പ്രൊഫഷൻ വളരെ ആത്മാർത്ഥതയോടുകൂടി കാലോചിതമായി പരിഷ്കരിച്ച് കുട്ടികൾക്ക് ഊർജവും ഓജസ്സും തേജസ്സും ഒക്കെ നൽകുന്ന രീതിയിലുള്ള ഒരു അധ്യാപനത്തിലേക്ക് നയിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വളരെ ലിമിറ്റഡ് ആയ ഒരു കംഫർട്ട് സോണിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് അധ്യാപകര് ടീച്ചേഴ്സ് ആണ്, ടെക്സ്റ്റ് ബുക്ക് ട്രാപ്ഡ് ടീച്ചേഴ്സ്. അവിടെ നിന്ന് നമ്മൾ OTT ടീച്ചിങ്ങിലേക്കുള്ള ഒരു കൺവേർഷൻ വേണം. എന്ന് പറഞ്ഞാൽ ഓൺ ദ ടോപ്പ് ടീച്ചിങ്ങിലേക്കുള്ള യഥാർത്ഥത്തിൽ പുസ്തകം അത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. നിങ്ങൾ അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ട്രാപ്ഡ് ടീച്ചിങ് ആണ് നമ്മൾ ട്രഡീഷണലായി ഫോളോ ചെയ്തു വരുന്നത്. അവിടെ നിന്നും ഓൺ ദ ടോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ബൗണ്ടറികളും, അറിവിന്റെ തലത്തിലായാലും ടീച്ചിങ് മെത്തഡ്സിന്റെ കാര്യത്തിലായാലും നമ്മൾ എല്ലാ ബൗണ്ടറികളും ഭേദിച്ച് അധ്യാപനം കൂടുതൽ ഡെപ്തിലേക്കും വൈഡർ ആയ ഏരിയയിലേക്ക് പോകുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ there should be a conversion from TTT teaching to OTT teaching. ഈ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ പേര് ടീച്ചിങ് ബിയോണ്ട് ബൗണ്ടറീസ്, ആൽഫ ക്ലാസ് റൂം ടീച്ചിങ് ബിയോണ്ട് ബൗണ്ടറീസ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നൈസ്. TTT ആൻഡ് OTT. ഓക്കെ, പുതിയ ഒരു നിർവചനമാണ്, ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുന്നു. വണ്ടർഫുൾ. സർ, ഈ പുസ്തകത്തിൽ പറയുന്ന ആൽഫ ജനറേഷൻ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ, അവരെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അങ്ങേക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ, നല്ലത് ചീത്തയാവട്ടെ, 1-2 അനുഭവങ്ങൾ പറയാമോ? ഒരുപക്ഷെ അത്തരം അനുഭവങ്ങളിൽ നിന്നാകാം സാർ ഈ പുസ്തകം തന്നെ എഴുതുവാൻ തീരുമാനിച്ചത്. തീർച്ചയായും അനുഭവങ്ങൾ എനിക്ക് മാത്രമല്ല, പലരും സാധാരണയായി രക്ഷിതാക്കളായാലും അധ്യാപകരായാലും പൊതുവെ പറയുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ അടക്കിയിരുത്തുക, ഈ കുട്ടികളെ അറ്റന്റീവായിട്ട് ഇരുത്തുക, ഇതൊക്കെ വളരെ ചലഞ്ചിങ് ടാസ്ക് ആണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. ഇപ്പം എനിക്കും എന്റെ സർവീസിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടു. അപ്പൊ നമുക്ക് അടിച്ചോ പേടിപ്പിച്ചോ വടിയെടുത്തോ ഒക്കെ ഇവരെ നമുക്ക് ഡിസിപ്ലിൻ ആയിട്ടിരിക്കാം. പക്ഷെ അവിടെ ഒരു പരിധിയുണ്ട്. ആ ഒരു അച്ചടക്കത്തിന് ഒരു ടെമ്പററി ഇഫക്റ്റ് ഉണ്ടാകുന്നു. നമുക്ക് വേണ്ടത് എന്താ? വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രിയേറ്റീവായിട്ട് ഇന്നോവേറ്റീവായി ക്ലാസ്സിലിരിക്കുന്ന ഒരു വിഭാഗം കുട്ടികളെയാണ്. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ വെൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം നമുക്ക് വേണം. അപ്പൊ അതിന്റെ ആബ്സെൻസ് നമ്മുടെ ടീച്ചിങ്ങിനെ കൃത്യമായി ബാധിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിവ് പല സന്ദർഭങ്ങളിലും എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ പല സഹപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പുസ്തകത്തിലേക്ക് എഴുതാം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. ഓക്കെ, പലപ്പോഴും നമ്മൾ പൊതുവെ കേൾക്കുന്നതാണ്, ഈ അടുത്ത ഇടയുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അവർ പറഞ്ഞാൽ അനുസരിക്കില്ല, ക്ലാസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു,
അതിനൊക്കെ എത്രമാത്രം ശരിയുണ്ട്? യഥാർത്ഥത്തില് ഇതൊരു എന്താ പറയാ, നമ്മുടെ അവര് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അവര് കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള പല പ്രശ്നങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഉന്നയിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു തലമുറയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ തീർച്ചയായും എല്ലാ തലമുറകൾക്കും അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു തലമുറയെ നമ്മൾ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക്, ഒരു വിലയിരുത്തലിന് വിധേയമായി കഴിഞ്ഞാൽ ഇവര് വളരെ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളുടെ സാധ്യതകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൈൻഡ് സെറ്റ്, ഇവരുടെ ലേണിംഗ് പ്രിഫറൻസസ്, ഇവരുടെ പ്രതീക്ഷകൾ, ക്ലാസ് റൂമിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ, ഇവര് ഇടപെടുന്ന ഇടങ്ങൾ, ഇതെല്ലാം വിഭിന്നമാണ് നമ്മളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ വളരെ ശാസ്ത്രീയമായി, വളരെ മനഃശാസ്ത്രപരമായി ഇവരെ പഠിക്കുകയും ഇവർക്കൊപ്പം നമ്മൾ മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം, നമ്മൾ ക്ലാസ് റൂമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലേണിംഗ് സ്ട്രാറ്റജീസ് മാറണം. അങ്ങനെ ഒരു മാറ്റം നമ്മളിൽ ആരംഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കുകയുള്ളൂ. അത്തരത്തിലുള്ള മാറ്റമാണ് ക്ലാസ് റൂമിലുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ കുട്ടികളെ അല്ല അധികം തിരുത്തേണ്ടത്, ഇപ്പോഴത്തെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളുടെ ടീച്ചിങ് സംവിധാനത്തെ അല്ലെങ്കിൽ അധ്യാപകരുടെ മനോഭാവത്തെയും അപ്രോച്ചിനെയും മാറ്റണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുസ്തകം, അങ്ങയുടെ പുസ്തകം ഈ ഒരു കാര്യത്തെയായിരിക്കും കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെ? ഒന്ന് ചുരുക്കിയിട്ട് എന്താണ് സാർ ഈ പുസ്തകത്തിൽ പറയാൻ ശ്രമിക്കുന്നത്? ഈ പുസ്തകം വായിച്ചാൽ അധ്യാപകർക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്ന് ചുരുക്കി ഒന്ന് പറയാം സാറേ. യെസ്, തീർച്ചയായും. ഇപ്പൊ ഈ പുസ്തകം ആൽഫ ക്ലാസ് റൂം ടീച്ചിങ് ബിയോണ്ട് ബൗണ്ടറീസ്, ഇതാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഏകദേശം 20 ചാപ്റ്റേഴ്സ്, 245 പേജുകളിലായിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. നമുക്കിതിനെ 4 ഭാഗങ്ങളായി മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ആൽഫ ജനറേഷന്റെ മൈൻഡ് സെറ്റ്, അവരുടെ ലേണിംഗ് പ്രിഫറൻസസ്, അവരുടെ എന്താ പറയാ യുണീക്നെസ്, ഇതൊക്കെ കൃത്യമായി വിശകലനം ചെയ്യുന്ന, വിലയിരുത്തുന്ന, വിശദമാക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ഈ ജനറേഷണൽ ഗ്യാപ്പ് ഓരോ 15 വർഷം കൂടുമ്പോഴും ലോകത്ത് സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ എന്താ പറയാ ബേബി ബൂമേഴ്സ്, ഇത് കണക്കാക്കപ്പെടുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജനിച്ച കുട്ടികൾ, ഒരു 50s ശേഷം 65 വരെ കാലഘട്ടത്തിൽ ജനിച്ച ബേബി ബൂമേഴ്സ്, അവർ ഡിസിപ്ലിൻ ഓറിയന്റഡ് ആയിരുന്നു. അതിനുശേഷം ജനിച്ച 80-ന് മുൻപ് 65-നും 80-നും ഇടയിൽ ജനിച്ച ജനറേഷൻ എക്സ് ഉണ്ട്. പിന്നെ 80-നും 95-നും ഇടയിൽ ജനിച്ച മില്ലേനിയൽസ് ഉണ്ട്. അതിനുശേഷം 95-നും 2010-നും ഇടയിൽ ജനിച്ച ജനറേഷൻ സെഡ് ഉണ്ട്. 2010-ന് ശേഷം ജനിച്ച 2025 വരെ ജനിച്ച ആൽഫ ജനറേഷൻ ഉണ്ട്. അപ്പം ഈ ആൽഫ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ജനറേഷൻ നമ്മൾ വിലയിരുത്തി കഴിയുമ്പോൾ അവർക്ക് ചില യുണീക്കായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഈ ആൽഫ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവര് യഥാർത്ഥത്തിൽ എന്താ പറയുക ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. അവർ പിറന്നു വീഴുന്നത് തന്നെ ഐഫോണുമായിട്ടാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിച്ചിട്ടുണ്ട് എങ്കിൽ ഇവര് വളർന്നു വരുന്നത് ഐഫോണിൽ നിന്നും അറിവുകൾ സ്വയം കണ്ടെത്തി ആ അറിവിൽ നിന്നും പുതിയ അറിവുകൾ സൃഷ്ടിക്കുന്ന കുട്ടികളായിട്ടാണ് നമ്മുടെ മുന്നിൽ അവർ എത്തിച്ചേർന്നത്. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ വിലയിരുത്തേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഈ കുട്ടികളുടെ സവിശേഷതകൾ, അതിനുശേഷം ഈ കുട്ടികൾക്ക് നമ്മൾ ഏത് രീതിയിലുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ് ആണ് ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഇവരെ ഇങ്ങനെ സമഗ്രമായി പഠിച്ചപ്പോൾ, പഠനം എന്ന് പറഞ്ഞാൽ സർവേ നടത്തി, ഇന്റർവ്യൂ നടത്തി, ക്ലാസ് റൂമുകൾ ഒബ്സർവ് ചെയ്ത്, രക്ഷിതാക്കളുമായി നിരന്തരം നടന്ന ഇന്ററാക്ഷൻസിന് പരമായി, അതിനൊക്കെ അപ്പുറത്തേക്ക് 10, 15, 20 വർഷക്കാലമുള്ള എന്റെ അധ്യാപന രംഗത്തെ അനുഭവം, ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഞാൻ ഈ ഒരു തലമുറയെ പഠിപ്പിക്കാൻ പ്രധാനമായും 4 ലേണിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ ട്രഡീഷണൽ ലേണിംഗ് സ്ട്രാറ്റജികൾക്ക് മാറി 4 തരത്തിൽ. ഒന്നാമത് നാനോ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നാനോ ലേണിംഗ്, നമ്മൾ 40 മിനിറ്റ് ക്ലാസ്സിൽ 40 മിനിറ്റിന്റെ ഒരു ലേണിംഗ് ആക്ടിവിറ്റിയുമായി പോകുന്നതിന് പകരം നമ്മൾ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 3 നാനോ ലേണിംഗ് ലെസൺസുമായി പോകണം. ആ നാനോ ലേണിംഗ് ലെസൺസ് എന്താണെന്നും അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും അതിന്റെ തുടക്കം അതൊക്കെ കൃത്യമായി പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്.
രണ്ടാമതായി നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്നത് ഗെയിമിഫിക്കേഷൻ ആണ്. നമ്മുടെ ക്ലാസ് റൂമിനെ ഒരു ഗെയിം ഓറിയന്റഡ് ആവണം. ഗെയിം എന്ന് പറഞ്ഞാൽ ടീമുകളുണ്ട്, സ്കോറുകളുണ്ട്, ഒരു ഒരു ചലഞ്ച് ഉണ്ട്. അപ്പൊ ഈ ടീം ഗെയിംസ്, ആക്ടിവിറ്റീസ്, ചലഞ്ചസ് ഇതൊക്കെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ മൊബൈൽ ഗെയിമുകൾ കളിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിനെ അവരാഗ്രഹിക്കുന്ന ഒരു മൊബൈൽ ഗെയിമിലേക്ക് മാറ്റുമ്പോൾ ഗെയിമിഫിക്കേഷൻ ക്ലാസ് റൂമിൽ വരും. മൂന്നാമത്തെ അവർ മൂവ്മെന്റ് ബേസ്ഡ് ലേണിംഗ് ആഗ്രഹിക്കുന്നവരാണ്. അവർ സ്ഥിരമായി ഇങ്ങനെ ഒരു സ്ഥലത്ത് എപ്പോഴും പാസീവായി ഇരിക്കുന്നവരല്ല. അവരെ നമ്മൾ കംപ്ലീറ്റ് ഒരു ചലനാത്മകമാണ് ക്ലാസ് റൂം. അപ്പൊ ക്ലാസ് റൂമിനെ എങ്ങനെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയും, അതിനുള്ള സ്ട്രാറ്റജീസ് ഈ പുസ്തകത്തിലുണ്ട്. അതുപോലെ കൊളാബറേറ്റീവ് ലേണേഴ്സ് ആണ് ഈ കുട്ടികൾ. അവര് മറ്റുള്ളവരുമായി സഹകരിച്ച് അറിവ് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ കൊളാബറേറ്റീവ് ലേണിംഗിനുള്ള സ്ട്രാറ്റജീസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം അവിടെ നിന്ന് നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇതിനെ പ്രാക്ടിക്കലായി എങ്ങനെ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ക്ലാസ് റൂമിൽ നമ്മുടെ ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കാം. ഇരിപ്പിടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ട്രഡീഷണൽ ആയി ഫോളോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലഘട്ടത്തിൽ അധ്യാപകരെ ഫേസ് ചെയ്യുന്ന കുട്ടികളാണ്. അത് മാറി നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ വിവിധ തരത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ABCD I വരെയുള്ള ലെറ്ററിൽ ആരംഭിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമുക്ക് എന്താണ് നമ്മുടെ പർപ്പസ്? ഒരു എക്സാമിനേഷൻ ആണ് പർപ്പസ് എങ്കിൽ അതിന് പറ്റിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഇനി ഗ്രൂപ്പ് ഡിസ്കഷൻ അതിന് പറ്റിയ മറ്റൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഇനി റിവിഷൻ ആണ്. അപ്പൊ ഓരോ ആക്ടിവിറ്റിക്കും പറ്റിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിന്റെ മെറിറ്റ്, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നോയിസ്, ശബ്ദമാണ്, ഒച്ചപ്പാട്. ഈ ഒച്ചപ്പാടിനെ നമുക്ക് എങ്ങനെ കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ കഴിയും? അപ്പോ ഇവിടെ നോയിസ് ടു വോയിസ് എങ്ങനെ ഒച്ചയെ ശബ്ദമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളത് കൃത്യമായി ടൈം സോണുകൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതിന്റെ ഇംപ്ലിമെന്റേഷനിലൂടെ നമുക്ക് സാധ്യമാകും. ഇനി നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് കുട്ടികൾക്ക് റോൾസ് ഉണ്ടാവണം, കൃത്യമായ റൂൾസ് ഉണ്ടാവണം, അതുപോലെ റിച്വൽസ് ഉണ്ടാവണം. അപ്പൊ റോൾസ് റിച്വൽസ് ഇതെന്താണ്, ഇതെങ്ങനെ ക്ലാസ് റൂമിൽ കൊണ്ടുവരാം? ഇങ്ങനെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് കൃത്യമായി ഡിഫൈൻ ചെയ്ത് അതിനുള്ള ചേരുവകളൊക്കെ കൂട്ടിച്ചേർത്തുള്ള മൂന്നാം ഭാഗം. നാലാം ഭാഗത്തിൽ നമ്മൾ ഒരു സ്കൂളിന്റെ സമഗ്രമായ പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ അസംബ്ലി, സ്കൂൾ ഗവേണിംഗ് ബോർഡ്, സ്കൂൾ PTA എന്ന് പറയുന്ന പേരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന കോൺസെപ്റ്റ് കാലോചിതമായി പരിഷ്കരിക്കണം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ കുട്ടികളുടെ ആബ്സൻസിൽ കഴിയില്ല. അതുകൊണ്ട് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ബോഡിയായി പിസ്സ എന്നാണ് ഞാൻ അതിന് വിളിക്കുന്നത്, പേരന്റ്സ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് അസോസിയേഷൻ. അങ്ങനെ പേരന്റ്സും ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരുമിച്ചിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ലേണിംഗ് ഫെസ്റ്റുകൾ ഉണ്ട്. അങ്ങനെ സ്കൂളില് വിവിധങ്ങളായ പ്രവൃത്തികൾ, ആക്ടിവിറ്റീസ്, ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നാലാമത്തെ ഭാഗം. അങ്ങനെ 20 ചാപ്റ്ററുകളായി ഈ പുസ്തകം ഇങ്ങനെ ഉണ്ട്. അപ്പം തീർച്ചയായും ഇത് കുട്ടികളുടെയും സ്കൂളിന്റെയും അധ്യാപകരുടെയും ഒക്കെ സമഗ്രമായ വികസനത്തിന് പറ്റിയ കണ്ടന്റാണ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് എക്സലന്റ്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രമാത്രം സാർ ഗവേഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. പിസ, പെട്ടെന്ന് പിസയാണ് ഓർമ്മ വരിക, PTSA. ദാറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ. പിന്നെ നോയ്സ് ടു വോയിസ്, ഞാനൊരു അധ്യാപകൻ എന്ന നിലയ്ക്ക് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. കുട്ടികളുടെ ക്ലാസ്സിലെ ശബ്ദം നിയന്ത്രിപ്പിക്കുക എന്ന് പറയുന്നത് അധ്യാപകനെ സംബന്ധിച്ച ഒരു ചലഞ്ചാണ് പലപ്പോഴും. പക്ഷെ നമ്മള് ഈ ന്യൂജൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ ന്യൂജൻ എന്ന് പറയും. അത് അവർക്ക് പലപ്പോഴും ഒരു അപമാനമായിട്ട് തോന്നാറുണ്ട്. എല്ലാ കാലത്തും തലമുറകളിൽ ന്യൂജനാണ്. ഒരു പഴഞ്ചൻ, ഒരു ന്യൂജൻ, അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രകൃതിയുടെ രീതിയല്ല ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ മനുഷ്യന് മാത്രം എന്താണ്, നമ്മൾ ഇങ്ങനെ 15 വർഷം കൂടുമ്പോൾ തിരിച്ചിട്ട് ഒരു ജനറേഷൻ ഗ്യാപ്പ് വരുന്നു. അവർക്ക് വേണ്ടി പുതിയ 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 രീതികൾ വേണമെന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ്? അത് ഒന്ന് വിശദീകരിക്കാം സാറേ. തീർച്ചയായും ഞാൻ സാർ പറഞ്ഞതുപോലെ തന്നെ ന്യൂജൻ, പഴഞ്ചൻ, അതൊരു നമുക്ക് അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. കാരണം എല്ലാ കാലഘട്ടത്തിലും ന്യൂജൻ ഉണ്ട്. ഇപ്പം 1950കളിൽ ജനിച്ച കുട്ടികൾ ആ കാലഘട്ടത്തിന് ന്യൂജനായിരുന്നു. 80കളിൽ ജനിച്ച മില്ലേനിയൽസ് ആ കാലഘട്ടത്തിൽ ന്യൂജനായിരുന്നു. 96കളിൽ ജനിച്ച ജനറേഷൻ Z ആ കാലഘട്ടത്തിൽ. അപ്പൊ ന്യൂജൻ എപ്പോഴും ഉണ്ട്, പഴഞ്ചനുമുണ്ട്. ഒരു ന്യൂജൻ വന്നാൽ ഓട്ടോമാറ്റിക് പഴം. ഇവിടെ അങ്ങനെയല്ല. ആൽഫ ജനറേഷണൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു മൃഗത്തെ എടുത്തു കഴിഞ്ഞാൽ, അത് സിംഹമായാലും കരടിയായാലും കുരങ്ങനായാലും, അവരുടെ ഒരു ചരിത്രം പരിശോധിച്ച് അവർക്ക് ചരിത്രമില്ല. അവരൊക്കെ ഇവോൾവ് ചെയ്യുന്നുണ്ട്, പരിണാമത്തിന് വിധേയമാകുന്നുണ്ട്. പക്ഷെ അവര്
അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിണാമമാണ്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ അവൻ ഇടപെടുന്ന ഇടങ്ങളിലെല്ലാം ഒരു പരിണാമം സംഭവിക്കുന്നുണ്ട്. കാരണം അവനൊരു സംസ്കാരമുണ്ട്, കൾച്ചറുണ്ട്, അവനൊരു ചരിത്രമുണ്ട്. അവൻ ഇന്നലെകളെ കുറിച്ച് അറിയുന്നു, നാളെകളെ കുറിച്ച് അവൻ എന്താ പറയാ മുൻപേ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. അപ്പൊ അവനൊരു സംസ്കാരം ഉള്ളത് കൊണ്ട് തന്നെ കാലാനുസൃതമായി അവൻ ജീവിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം അവന്റെ ജീവിതത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആൽഫ ജനറേഷന്റെ ക്ലാസ് റൂമും മില്ലേനിയൽസിന്റെ ക്ലാസ് റൂമും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ 1980-കൾക്ക് ശേഷം ജനിച്ച 95 വരെയുള്ള കാലഘട്ടം ജനിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസ് റൂമിൽ അവർ പ്രതീക്ഷിക്കുന്നത് മൾട്ടി മോഡൽസ് ആണ്. അവർക്ക് കാര്യങ്ങളെ കാണിച്ചു പഠിപ്പിക്കണം. പക്ഷെ നമ്മുടെ കുട്ടികൾ ഈ ജനറേഷൻ ആൽഫയുടെ ക്ലാസ് റൂമിലേക്ക് നമുക്ക് ഈ മോഡൽസുമായി ചെന്നിട്ട് കാര്യമില്ല. കാരണം അവര് എന്താ പറയാ AI-യുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ വെർച്വൽ റിയാലിറ്റിയും ഒക്കെ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അപ്പൊ അവിടെ മോഡൽ കൊണ്ട് ചെന്നിട്ട് കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ അവർക്ക് അവൈലബിൾ ആയ സാധ്യതകളെ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠനം നടത്തിയാൽ അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സ് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ വളരെ ഇഫക്റ്റീവായി ഇന്നോവേറ്റീവായി ക്ലാസ് റൂമിൽ ഇരിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായും ജനറേഷൻ ഷിഫ്റ്റ് ഉണ്ട്, ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആവണം നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമിൽ ആസൂത്രണം ചെയ്യേണ്ടതും നടപ്പിലാക്കേണ്ടതും. ഒപ്പം നമ്മുടെ അവരോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ അതായത് ജനറേഷൻസ് മാറുന്നുണ്ട് ഒരു 15 വർഷം കൂടുമ്പോൾ എന്ന് സാറ് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും പഠന രീതികളും എല്ലാം മാറേണ്ടതല്ലേ? തീർച്ചയായും മാറണം. അവിടെ സർക്കാർ അത്തരത്തിലുള്ള നമുക്കറിയാം ഓരോ 10-5 വർഷം കൂടുമ്പോൾ നമ്മുടെ സിലബസ് മാറ്റാറുണ്ട്, കരിക്കുലം മാറ്റാറുണ്ട്. ഇപ്പൊ നമ്മുടെ കരിക്കുലം ഓൾറെഡി റിവൈസ് ചെയ്തു. ഈ കരിക്കുലം റിവൈസ് ചെയ്യുമ്പോൾ പാഠഭാഗങ്ങൾ ഉൾപ്പെടുന്ന കാര്യത്തിലൊക്കെ ഒരു പരിധിവരെ ഈ ഒരു ഷിഫ്റ്റ് അഡ്രസ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിനുള്ള ഒരു എന്താ പറയാ ക്ലാസ് റൂം ഇന്ററാക്ഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് അധ്യാപകനാണ്. നമുക്ക് പാഠപുസ്തകമുണ്ട്, പാഠപുസ്തകത്തിലെ അറിവുകൾ അത് കുട്ടികളിൽ എത്തിക്കുന്ന ഒരു മെത്തഡ് ഉണ്ടല്ലോ, ആ മെത്തഡോളജിയിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അപ്പം അതിനുള്ള എല്ലാ റിസോഴ്സസും നമുക്കറിയാം. ഇപ്പൊ സർക്കാരാണെങ്കിൽ ഓൺലൈൻ റിസോഴ്സസ് ഉണ്ട്. പഴയ രീതിയിൽ നമ്മൾ ലെസൺ പ്ലാനുകൾ എഴുതി മാനുവലായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറി ഇപ്പൊ നമ്മളത് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു IT അധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് സർക്കാർ മാറിയിട്ടുണ്ട്. അതാണ് സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകൾ അടക്കം ക്ലാസ് റൂമുകളൊക്കെ ഹൈടെക് ആയിട്ടുണ്ട്. പ്രൊജക്ടറും ലാപ്ടോപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ഈ ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ടുള്ള ഒരുപക്ഷെ നമ്മുടെ പല അധ്യാപകരും ഇപ്പോഴും ഡിജിറ്റലി മൈഗ്രൻസോ റെഫ്യൂജീസോ ഒക്കെ ആകുമ്പോൾ നമ്മുടെ കുട്ടികൾ ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. അവർ ഉണ്ടായ അപ്പോൾ തൊട്ട് ഇത്തരത്തിലുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായി അപ്ഡേറ്റഡ് ആയി ഉപയോഗിക്കുന്നവരാണ്. അവിടെ നമ്മൾ പഴഞ്ചൻ ചോക്ക് ആൻഡ് ടോക്ക് മെത്തഡുമായി ചെന്ന് കഴിഞ്ഞാൽ തികച്ചും അവർ ക്ലാസ്സിലിരിക്കും, പക്ഷേ ഒരു നിസ്സഹായത, ഒരു നിസ്സംഗത അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും. ആ പഠന പ്രവൃത്തികൾക്ക് യാതൊരുവിധ മാറ്റവും കുട്ടികൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ ഒരു ബോധ്യം. ഓക്കെ, ഡിജിറ്റൽ നേറ്റീവ്, ഡിജിറ്റൽ മൈഗ്രൻസ്, റെഫ്യൂജി, ഓക്കെ, പുതിയ പുതിയ പദങ്ങളാണ് എന്നെ സംബന്ധിച്ച് വണ്ടർഫുൾ. സർ, നമ്മുടെ ക്ലാസ് റൂമില് പലപ്പോഴും അധ്യാപകരും രക്ഷിതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങളെ പണ്ട് കാലത്ത് അടിച്ചാണ് പഠിപ്പിച്ചത്, സാർ അതുപോലെ പഠിപ്പിക്കും, അതുപോലെ പഠിപ്പിച്ചാൽ എല്ലാം ശരിയാകും എന്ന് വിശ്വസിക്കുന്ന കുറെ രക്ഷിതാക്കളുണ്ട്, കുറച്ചെങ്കിലും അധ്യാപകരും ഉണ്ടാകാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് വിദ്യാർത്ഥികളോട് സൗഹൃദം ഭാവിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് കൂടുതൽ പ്രാക്ടിക്കൽ ആവുക. അപ്പോൾ ഞാൻ സ്കൂളിലെ കമാൻഡറാണ് അല്ലെങ്കിൽ ഞാൻ ക്ലാസ് റൂമിൽ അധ്യാപകനാണ് എന്ന് ചിന്തിക്കുന്ന കുറച്ചെങ്കിലും അധ്യാപകരുണ്ടാകും. അവര് ഇത്തരത്തിലുള്ള പുതിയ സംവിധാനങ്ങളെ ഉൾക്കൊള്ളുമെന്ന് അല്ലെങ്കിൽ രക്ഷിതാക്കൾ പോലും പറയുന്നത് അവർ അടിച്ചാലേ സാറ് ശരിയാവുള്ളൂ എന്ന് പറയുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയൊക്കെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ചെങ്കിലും പേര് അവരൊക്കെ എങ്ങനെ ഇതിനെ ഈ രീതിയെ ആക്സെപ്റ്റ് ചെയ്യും എന്നാണ് സാറ് വിചാരിക്കുന്നത്? അവിടെ നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെടും. അതാണ് അത്. രക്ഷിതാവെന്ന രീതിയിൽ ഒരുപക്ഷെ കുട്ടികളുടെ മനസ്സിൽ നിന്ന് അവർ പുറന്തള്ളപ്പെടാം, ഒരു അധ്യാപക രീതിയിൽ കുട്ടികളുടെ മനസ്സിൽ നിന്ന് പുറന്തള്ളപ്പെടാം. കാരണം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവർ ജീവിക്കുന്നത് അറിവിന്റെ മഹാസാഗരത്തിലാണ്. അവരുടെ എല്ലാ വിവരങ്ങളും നമ്മളിപ്പം എന്താ പറയാ നമ്മൾ ഉക്രൈൻ യുദ്ധത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇറാനിൽ ഇസ്രായേൽ ഇട്ട ബോംബിനെ കുറിച്ച് നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോൾ അവർക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്ന ഒരുപക്ഷെ ഉക്രൈനിൽ അവരുടെ സുഹൃത്ത് പറഞ്ഞു കൊടുക്കുകയായിരിക്കും.
നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് വിജയം നേടാൻ കഴിഞ്ഞ വ്യക്തിയാണോ നിങ്ങൾ? ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുവാൻ കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഈ ലോകത്തിന് ഒരു പ്രചോദനമായി ആവശ്യം. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി ചേഞ്ച് മേക്കേഴ്സ് എന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വിജയത്തിന്റെ കഥ എനിക്ക് അയച്ചു. I will invite you to Change Makers.